നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി സൈനികൻ റോയി മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 1 മണിക്കൂർ ട്രോളിയിൽ കിടത്തി. റീപോസ്റ്റ്മോർട്ടം വേണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തിൽ തർക്കം. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, രാവിലെ 9 മണിയോടുകൂടിയാണ് നാസിക്കിൽ കൊല്ലപ്പെട്ട ആത്മഹത്യ ചെയ്തുവെന്ന് സൈന്യം പറയുന്ന റോയ് മാത്യുവിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. എന്നാൽ 10 മണിയോടുകൂടിയാണ് മൃതദേഹം പുറത്തേക്ക് എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത്. ഏകദേശം 1 മണിക്കൂറോളം ഈ മൃതദേഹം ട്രോളിയിൽ കിടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് അനാദരവായി ബന്ധുക്കൾ പരാതി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ 1 മണിക്കൂറോളം മൃതദേഹം ട്രോളിയിൽ കിടത്തിയ അതേസമയം തന്നെ അരമണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് മൃതദേഹത്തിൽ ദേശീയ പതാക പിടിക്കാൻ പോലും സൈന്യം തയ്യാറായത്. ഒപ്പം റീപോസ്റ്റ്മോർട്ടം വേണമെന്ന ബന്ധുക്കളുടെ ആവശ്യവും വലിയ അനിശ്ചിതത്വത്തിന് കാരണമായി. ബന്ധുക്കൾ ഈ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യാനാകില്ല എന്ന നിലപാടാണ് ആദ്യം സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത്. നാസിക്കിലെ സൈനിക ക്യാമ്പിൽ നിന്നുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ റീപോസ്റ്റ്മോർട്ടം നടത്താനാകൂ എന്ന നിലപാടാണ് ആദ്യം അവർ കൈക്കൊണ്ടത്. പിന്നീട് ഏറെ നേരത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് കൊല്ലം RTO അടക്കം ഇടപെട്ട ശേഷമാണ് റീപോസ്റ്റ്മോർട്ടം നടത്താമെന്ന തീരുമാനത്തിലേക്ക് സൈനികർ എത്തിയത്. ഒപ്പം തന്നെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു. അതിനിടെ യാത്രാമധ്യേ മൃതദേഹം വീണ്ടും ആംബുലൻസിൽ തന്നെ കിടത്തിക്കൊണ്ട് യാത്ര അവസാനിക്കുന്ന സാഹചര്യവും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും നടപടിയും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. തങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി ലഭിച്ചില്ല എന്നാണ് ആ സമയം സൈന്യം പറഞ്ഞിരുന്നത്. പിന്നീടും കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ടതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരംഭിക്കും. RTOയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുക. എന്തായാലും നേരത്തെ ഈ സൈനികൻ ആത്മഹത്യ ചെയ്തു എന്ന വിശദീകരണമാണ് സൈന്യം നൽകിയിരുന്നത്. അതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും ആ വിശദീകരണം ശരിയല്ല എന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അതായത് സൈന്യത്തിലെ മേലുദ്യോഗസ്ഥരുടെ സമീപനത്തെക്കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തോട് നടത്തിയ തുറന്നു പറച്ചിലിന് ശേഷമാണ് ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന വിശദീകരണം റോയ് മാത്യുവിന്റെ കാര്യത്തിൽ സൈന്യത്തിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ റോയ് മാത്യുവിന്റെ മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളും മറ്റും ഉണ്ടായിരുന്നതായി ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇത് തന്നെയാണ് ബന്ധുക്കൾക്ക് വലിയ സംശയത്തിന് ഇടയാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെ സംശയം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. BJPയും ചേർന്ന് കേരളത്തിലെ LDF ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാൻ വിവിധ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സർക്കാർ 9 മാസം കൊണ്ട് ജനക്ഷേമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കൂടുതൽ ജനപിന്തുണ ആർജിക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കോൺഗ്രസും BJPയും വിവിധ രൂപത്തിലുള്ള പ്രചരണ പരിപാടികളുമായി കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതിൽ RSS നേതൃത്വത്തിൽ BJP ദേശവ്യാപകമായി കേരളത്തിലെ CPMനെതിരെ വലിയ പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച പ്രചരണ പരിപാടി വഴി കേരളത്തിലെ ജനങ്ങളെ തന്നെ അപഹസിക്കത്തക്ക വിധത്തിലുള്ള വിഷലിപ്തമായ പ്രചരണങ്ങളാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കള്ള പ്രചാരവനുകൾ ചെയ്ത് കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥയാണെന്നും LDF ഭരണത്തിൽ ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്നുമുള്ള പ്രചരണങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി RSS ദേശവ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വസ്തുതാവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് RSS ചെയ്തത്. കേരളത്തിൽ CPMനെതിരെ RSS നടത്തിയ
അക്രമങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് കേന്ദ്ര ഭരണകക്ഷിക്ക് വേണ്ടി RSS ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചത്. ഇത് വിഷലിപ്തമായ ഒരു വർഗീയ പ്രചരണമായിട്ടാണ് അവർ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ RSS പ്രതിദാനം ചെയ്യുന്ന മതവിഭാഗത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തുന്നു എന്ന വിധത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ അവർ സംഘടിപ്പിക്കുന്നത്. ഇത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ പ്രചരണത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി, വർഗീയ പ്രചരണത്തെ തുറന്നു കാണിക്കാൻ CPM നേതൃത്വത്തിൽ ഈ മാർച്ച് മാസം 19 EMS ദിനം മുതൽ മാർച്ച് 22 AKG ദിനം വരെ 4 ദിവസങ്ങളിൽ കേരളത്തിലുടനീളം ഏറിയ തലങ്ങളിൽ ബഹുജന സംഗമം നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം പ്രചരണങ്ങളെ തുറന്നു കാണിക്കുകയാണ് ഈ പ്രചരണ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. RSS നടത്തിയ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വധിക്കും, അങ്ങനെ ആരെങ്കിലും വധിച്ചാൽ അവർക്ക് 1 കോടി രൂപ നൽകുമെന്ന് ഒരു RSS നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം അത്യന്തം പ്രകോപനപരമായൊരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. മധ്യപ്രദേശ് ഗവൺമെൻറ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. മധ്യപ്രദേശിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പ്രസംഗത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമാണ് ഈ പ്രസംഗമെന്നാണ്. ഈ സാഹചര്യത്തിൽ ആ സംസ്ഥാനത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. കേരള പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ നിയമപരമായ സാങ്കത്യവുമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. മധ്യപ്രദേശ് ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പ്രസംഗം നടത്തിയിട്ടുള്ള, ഒരു വെല്ലുവിളി നടത്തിയിട്ടുള്ള, കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കയറൂരി വിടാൻ പാടില്ല. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടതൊരു കുറ്റകൃത്യമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഏജൻസികളാണ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് BJP ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തണലിലാണ് ഇത്തരത്തിലുള്ള ഭീകരവാദത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ ഒരു പ്രതിനിധി ഒരു മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തു എന്നതുകൊണ്ട്, RSSൽ നിന്ന് മാറ്റി നിർത്തിയതുകൊണ്ട് പ്രശ്നത്തിൻ്റെ ഗൗരവം കുറയുന്നില്ല. ഇതൊരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിൽ നിയമപരമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിയമവാഴ്ചയില്ലാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറും. അത്തരത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ
കേരള ഗവൺമെൻറ്റും തയ്യാറാകണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാനുള്ള അവസരമായിട്ടും ഈ 4 ദിവസത്തെ ക്യാമ്പയിൻ പരിപാടി പാർട്ടി ഉപയോഗപ്പെടുത്തും. പ്രത്യേകിച്ച് ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രചരണങ്ങൾ പാർട്ടി സംഘടിപ്പിക്കുന്നതായിരിക്കും. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെയും വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാമ്പത്തിക നയം ഇടതുപക്ഷത്തിനുണ്ട്. ഇത് തെളിയിച്ച ഒരു ബഡ്ജറ്റാണ് ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റ്. കോൺഗ്രസിനും BJPക്കുമുള്ള ബദൽ രാജ്യത്ത് ഇടതുപക്ഷമാണ്. അതിനുള്ള വ്യക്തമായ കർമ്മപദ്ധതി ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്നലത്തെ ബഡ്ജറ്റോട് കൂടി സാധിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രശ്നം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ചത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതിൽ അന്തിമ വിജ്ഞാപനം ഇറക്കാതെ കേന്ദ്ര ഗവൺമെൻറ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് പശ്ചിമഘട്ട മേഖലയിലെ ജനങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഫെബ്രുവരി മാസം 23-ന് മന്ത്രിസഭ പാസാക്കിയിട്ടുള്ള പ്രമേയം കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം 9107 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തണം എന്ന സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം കേന്ദ്രം അംഗീകരിക്കണം. കേരള ഗവൺമെൻറ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന നിലപാടിനോട് പൊതുവിലെല്ലാവരും യോജിപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷവും ഈ കാര്യത്തിൽ യോജിച്ച സമീപനമാണ് പ്രകടിപ്പിച്ചതായിട്ട് കാണുന്നത്. അത് കേരളത്തിൻ്റെ പൊതു അഭിപ്രായമായി കണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്തിമ വിജ്ഞാപനം ഉടനെ പുറപ്പെടുവിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകണം. ഇതുമായി ബന്ധപ്പെട്ട് കർഷകർക്കിടയിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ദൂരീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയിടത്തിലുള്ള മറ്റൊരു തീരുമാനം EMS ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്ന 60ാം വാർഷികമാണ്. ഏപ്രിൽ 5 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ, രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ 60ാം വാർഷികം ഏപ്രിൽ 5 മുതൽ 2 ആഴ്ചക്കാലം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് LDF എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കാൻ LDF സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം അത് വിജയിപ്പിക്കാൻ എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നാണ് സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാർട്ടി എടുത്തിരിക്കുന്ന മറ്റൊരു തീരുമാനം EMS അക്കാദമി അതിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പഠനങ്ങൾ നടത്തുന്ന ഒരു അനൗപചാരിക സർവകലാശാലയായി അത് വികസിപ്പിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അവിടെ ഒരു പഠന കോഴ്സ്, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന കോഴ്സ് EMS അക്കാദമിയിൽ ആരംഭിക്കുകയാണ്.
2017 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷമായിരിക്കും ഈ കോഴ്സ് നീണ്ടു നിൽക്കുക. ആദ്യമായിട്ട് നടത്തുന്ന കോഴ്സ് സമകാലീന ഇന്ത്യ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന നിലയിൽ ഒരു കോഴ്സ് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ താല്പര്യമുള്ള എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. പ്രത്യേകം രജിസ്റ്റർ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ കോഴ്സിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഈ മാസം മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ താല്പര്യമുള്ള വ്യക്തികൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നവർക്കാണ് ഈ കോഴ്സിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇന്ത്യയിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ പാണ്ഡിത്യമുള്ള പ്രമുഖ വ്യക്തികളായിരിക്കും ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ കോഴ്സിൽ ചേരുന്ന ആളുകൾ 2000 രൂപ പഠന കോഴ്സിന് ഫീസ് കൊടുക്കണം. നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ പങ്കെടുക്കാം. പൈസ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പങ്കെടുക്കുമെന്നറിയില്ല. അപ്പോൾ ആ നിലയിൽ ഉള്ള താല്പര്യമുള്ള വ്യക്തികൾക്കാണ് ഈ കോഴ്സ് കൊടുക്കുന്നത്. പാർട്ടിക്കാർക്കും പങ്കെടുക്കാം, പാർട്ടിക്കാരല്ലാത്തവർക്കുമൊക്കെ. ഈ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഒഴിവ് ദിവസങ്ങളിലായിരിക്കും ഈ ക്ലാസ് നടക്കാൻ പോകുന്നത്. ഇതിനുള്ള ശനി ഞായർ ദിവസങ്ങളിൽ ആയിട്ടായിരിക്കും ഈ ക്ലാസ് ക്രമീകരിക്കാൻ പോകുന്നത്. ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും. പഠന ക്ലാസ് നോട്ടുകളും മറ്റും ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കി കൊടുക്കും. സംശയ നിവാരണത്തിനുള്ള അധ്യാപകരുണ്ടാകും. ലൈബ്രറി സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരു സംവിധാനം EMS അക്കാദമിയിൽ തുടങ്ങണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുകയായിരുന്നെങ്കിലും അതിനുള്ള അധ്യാപകരെയും മറ്റ് വിദഗ്ധന്മാരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് അതിൻ്റെ സംവിധാനമായിരിക്കുകയാണ്. ഏപ്രിൽ മാസം മുതൽ ആ കോഴ്സ് ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രായോഗികമായ നടപടികളൊക്കെ ചർച്ച ചെയ്ത് അതിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. EMS അക്കാദമിയാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുക. മറ്റൊന്ന്, ബഡ്ജറ്റ് ആകെ ചോർന്നു എന്ന് പറയുന്ന പ്രചരണം ശരിയല്ല. ബഡ്ജറ്റ് രേഖകളൊന്നും തന്നെ ചോർന്നിട്ടില്ല. ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായകമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് ബഡ്ജറ്റ് അവതരണം പൂർത്തിയാകുന്നതിന് കുറച്ച് മുമ്പേ മാധ്യമങ്ങൾക്ക് ലഭിക്കാനിടയായത്. അത് യഥാർത്ഥത്തിൽ ചോർത്തിയതെല്ലാവരും ചോർത്തിയെന്ന് പറയാൻ സാധിക്കില്ല. ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ മാധ്യമരംഗത്ത് വന്നിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിച്ച ഒരു പിശകാണത്. അത് സംബന്ധിച്ച് അതിന് ഉത്തരവാദിയായവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ഇന്നലെ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റിൻ്റെ രഹസ്യ സ്വഭാവമൊന്നും തന്നെ ആ തരത്തിൽ പുറത്തു വരുന്ന ഒരു കാര്യമല്ല ഉണ്ടായിട്ടുള്ളത്. ബഡ്ജറ്റ് ചോർന്നു എന്നൊക്കെ പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ വിവാദമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരടിസ്ഥാനമുണ്ടായിരുന്നു. അത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുന്നൊരു നികുതി നിർദ്ദേശം. അത് ചോർന്നു പോയാൽ ഓഹരി വിപണിയിൽ മാറ്റങ്ങൾ വരിക, അത് ഊഹങ്ങൾക്ക് വഴിവെക്കുക, വ്യാപാരികളെ സ്വാധീനിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോർച്ചയുടെ ഭാഗമായി സംഭവിച്ചാലാണ് ആ ബഡ്ജറ്റ് രഹസ്യം ചോർന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും പ്രത്യേക നേട്ടമുണ്ടാകണം.
ഇന്നലെ ഈ കുറിപ്പ് പുറത്തു വന്നതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു വരുമാന നഷ്ടവും ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് കിട്ടാനിടയുള്ള വരുമാനത്തിലൊരു വെട്ടിപ്പ് നടത്താനുള്ള സാഹചര്യം ആർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഭാഗവും ഈ കുറിപ്പിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ കുറിപ്പ് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചിലർ കൊട്ടിഘോഷിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് പരിശോധനയിൽ കാണുന്നത്. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDF ഭരണകാലത്ത് ബഡ്ജറ്റിൻ്റെ അവസാനത്തെ 2 പേജിൽ ഉൾക്കൊള്ളുന്ന നികുതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത് അസംബ്ലിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ സ്പീക്കർ റൂളിംഗ് നൽകുകയും അത് ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നതിനുള്ള സാഹചര്യം നിയമസഭയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ നിയമപരമായി യാതൊരു അസാംഗത്യവും ഉള്ളൊരു സംഭവം ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല. ആ സ്റ്റാഫിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ അമിതാവേശം, അതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള വീഴ്ചയ്ക്ക് അദ്ദേഹം തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടൊരു നിലപാട് ഇന്നലെ തന്നെ ധനകാര്യമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാഫിന് എന്ന രീതിയിൽ കൊടുത്തതല്ല, മന്ത്രി എന്നുള്ള നിലയിൽ അത് സംബന്ധിച്ച് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം തയ്യാറാക്കി വെക്കുന്ന കുറിപ്പാണ്. അത് മാധ്യമങ്ങൾക്ക് പിന്നീട് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നൽകാൻ വേണ്ടി തയ്യാറാക്കിയ കുറിപ്പാണ്. ആ കുറിപ്പാണ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ളൂ, ബഡ്ജറ്റ് കൊടുത്തിട്ടില്ല. അല്ല, അവരൊരു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അവർക്ക് വഴങ്ങാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. എല്ലാ പാർട്ടികളും കൂടി ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അത് അത്തരം സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘർഷങ്ങളും കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചില സംഭവങ്ങളുണ്ടായി. CPM-ൻ്റെ തന്നെ 8 പ്രവർത്തകന്മാർ ഈ 9 മാസത്തിനിടയിൽ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു. കേരളത്തിൽ RSSകാർ CPM-ൻ്റെ 205 സഖാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പാർട്ടി പ്രവർത്തകന്മാരുടെ വീടുകൾ ആക്രമിച്ചു. ആയിരക്കണക്കിന് സഖാക്കൾക്ക് പരിക്ക് പറ്റി. ഈ സംഭവങ്ങളൊക്കെ കേരളത്തിൽ നേരിടേണ്ടി വന്നൊരു പാർട്ടിയാണ് CPIM. അതിലേറ്റവും കൂടുതൽ സംഭവങ്ങൾ നടന്നത് RSSൻ്റെ ഭാഗത്ത് നിന്ന് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ CPM-ൻ്റെ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടത് നോക്കിയാൽ 68 CPM പ്രവർത്തകന്മാരാണ് കണ്ണൂർ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. അങ്ങനെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തിരുവനന്തപുരത്ത് ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടു, ഞങ്ങൾ എല്ലാ കക്ഷികളും കൂടി ചർച്ച ചെയ്തതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ട കക്ഷികൾ തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം. ഞങ്ങൾ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഒരു ഉഭയകക്ഷി ചർച്ച തിരുവനന്തപുരത്ത് ആദ്യം സംഘടിപ്പിക്കുകയുണ്ടായി. അത് പക്ഷേ മാധ്യമങ്ങൾക്കൊന്നും ആ വിവരം കിട്ടിയിട്ടില്ല. കിട്ടിയില്ല, പക്ഷെ നിങ്ങൾ അന്ന് വാർത്ത കൊടുത്തിട്ടില്ല. അതൊക്കെ പിന്നെയാണ് നിങ്ങൾ കൊടുത്തത്. അത് പിന്നീട് നടന്ന യോഗത്തിലാണ്. നിങ്ങൾ ആദ്യം നടത്തി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല.
അത് ഞങ്ങൾ നടത്തിയ രഹസ്യ വിവര സ്ഥലത്താണ്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനൊരു തുടക്കം കുറിക്കാൻ, ബൈറ്റ് എടുക്കാൻ നിങ്ങളാർക്കും അവിടെ വേണ്ടേ? ആരും ഉണ്ടായിട്ടില്ല. നിങ്ങളെ വെട്ടിച്ചിട്ട് യോഗം നടത്താൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് മനസ്സിലായി. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ സ്ഥലത്ത് വന്നു. അപ്പോൾ ആ യോഗം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം അന്ന് ഞങ്ങൾ കണ്ടത്, ഇത് ഇങ്ങനെ സംസ്ഥാന തലത്തിൽ മാത്രം യോഗം ചേർന്നുകൊണ്ട് കാര്യമില്ല, കണ്ണൂരിലൊരു യോഗം നടത്തണം. അങ്ങനൊരു യോഗം കണ്ണൂരിൽ വെച്ച് ഞങ്ങൾ നടത്തി. ആ യോഗം ദിവസവും നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞ അവിടെ ആരും വന്നിട്ടില്ല. കണ്ണൂരിൽ അവിടെയും CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പങ്കെടുത്തിരുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും MV ജയരാജൻ. അവിടെ സംഭാഷണത്തിനകത്ത് RSS-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ വന്നിരുന്നു. ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തു, ജില്ലയിൽ പ്രശ്നമുള്ള സ്ഥലത്ത് പ്രത്യേകം ഇരിക്കണം. ആ തരത്തിൽ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിക്കാനുള്ള അന്തരീക്ഷം വേണം. അതിനു മുമ്പുള്ളൊരു കണ്ണൂരിൻ്റെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളിൽ RSS-ൻ്റെയും CPM-ൻ്റെ നേതാക്കന്മാർ പരസ്പരം സംസാരിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ഉള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിനിടയിൽ ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. അവിടെ ഒരു RSS BJP പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു അണ്ടല്ലൂരിൽ. അയാൾ RSS-ൻ്റെ സജീവ പ്രവർത്തകനൊന്നുമല്ല, പക്ഷേ അയാൾ ഒരു വീട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ വധിക്കപ്പെട്ടു. അതിനു മുമ്പ് ബ്രണ്ണൻ കോളേജിൽ വിദ്യാർത്ഥികളുടെ ടൂർ പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ വാഹനത്തെ ആക്രമിച്ച് ആ ടൂർ ഓപ്പറേറ്ററായിട്ടുള്ള ഒരു CPM നേതാവിനെ മൃഗീയമായി ആക്രമിച്ചു. ഈ രണ്ട് സംഭവം ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായി. അത് സ്ഥിതിഗതികളെ മോശമാക്കി. അങ്ങനെ വന്നപ്പോൾ അവിടെ ചർച്ച ചെയ്ത് കലക്ടർ മുൻകൈയെടുത്ത് ഈ മരണപ്പെട്ട BJP നേതാവിൻ്റെ വീട്ടിൽ CPM നേതാക്കന്മാർ പോകാൻ തയ്യാറുണ്ടോ, CPM-ന് ആ സംഭവത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് പങ്കില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ ആ വീട്ടിൽ പോകാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം വന്നു. ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ആ വീട്ടിൽ പോകണം. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കൊല ചെയ്യപ്പെട്ട ഒരു എതിരാളിയുടെ വീട്ടിൽ CPM നേതാക്കന്മാർ ഉൾപ്പെടെ പോകുന്നൊരു അന്തരീക്ഷം കണ്ണൂരിലുണ്ടായിരിക്കുന്നത്. ഇത് അവിടുത്തെ സ്ഥിതിയിൽ വലിയ മാറ്റം വരുത്തിയിരുന്നു. എല്ലാ പാർട്ടി നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാർ ഒന്നിച്ച് ആ വീട് സന്ദർശിച്ചു. ഇത്തരം സംഭവങ്ങളെ തള്ളിപ്പറയണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. ആ കേസ് ഏറ്റെടുക്കാൻ പോലും ആളുകൾ തയ്യാറാകാത്ത വിധത്തിലുള്ള അന്തരീക്ഷമാണ്. മുമ്പൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാലും അതൊരു പുറമേയുള്ളൊരു പറച്ചിൽ മാത്രമായിരുന്നു. അപ്പോൾ പ്രായോഗികമായി സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നൊരു ബോധം കണ്ണൂരിലെ ജനങ്ങളിൽ വന്നു ചേരുന്നൊരവസ്ഥ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഇങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഒരു സമാധാന യോഗം വിളിക്കണമെന്നുള്ള ആവശ്യം വന്നു. അതിനിടയിൽ CPM പൊതുയോഗം, സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തൊരു പൊതുയോഗത്തിന് നേരെ RSS ബോംബാക്രമണം ഉണ്ടായി. അത് സ്ഥിതിഗതികൾ ഈ ചർച്ചയ്ക്ക് വീണ്ടും തടസ്സമുണ്ടായി. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും ഇടപെട്ടത്. ഒരു ഉഭയകക്ഷി ചർച്ച നടത്താനും തയ്യാറായി. ആ കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയ ഇത്. ഈ മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന ആ യോഗമാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത്. അതാണ് നിങ്ങൾ പറയുന്നത് കിട്ടിയെന്ന് പറയുന്നത്. അതിനു മുമ്പ് നടന്ന ചരിത്രം നിങ്ങൾക്കറിയില്ല അല്ലേ? അതുമുതലുള്ള നിങ്ങൾക്കറിയാം. അതുമുതലുള്ള ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ആ മസ്കറ്റ് ഹോട്ടലിലെ യോഗത്തിന് ശേഷം അന്ന് തീരുമാനിച്ചു കണ്ണൂരിലൊരു സർവകക്ഷി യോഗം വിളിക്കണം. കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത് സർവകക്ഷി യോഗം ചേർന്നു. ആ കണ്ണൂരിൽ ചേർന്ന സർവകക്ഷി യോഗം പൊതുവിൽ എല്ലാവരും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നുള്ള അഭ്യർത്ഥന നടത്തി. ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷമാണുള്ളത്. ആ സമാധാന അന്തരീക്ഷത്തെ തകർക്കണമെന്ന് RSS-ൻ്റെ ഏതോ കേന്ദ്രങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ ദേശവ്യാപകമായി പ്രചരിപ്പിച്ച് ഫണ്ട് പിരിക്കുകയാണ്. ഇത്രയും ആളുകളെ, 200ഓളം ആളുകളെ കേരളത്തിൽ കൊല ചെയ്തു എന്ന് പ്രചരിപ്പിച്ച് 100 കോടി രൂപ
കേരളത്തിന് വേണ്ടി പിരിച്ചെടുക്കുകയാണ് ദേശീയ തലത്തിൽ. ഈ പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടാനാണ് ഇത്തരത്തിലുള്ള പ്രചാരവേല ദേശവ്യാപകമായി നടത്തുന്നത്. കേരളത്തിലെ RSS നേതൃത്വം ഇത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ CPM-മായി സംസാരിച്ച് മറ്റ് സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം സംസാരിക്കണം എന്നൊരു ധാരണയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ ആളുകൾ അവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ നിലപാട്. സമാധാനം തകർക്കുന്ന ഒരു പ്രവർത്തനവും CPM പങ്കാളികളാകാൻ പാടില്ല. CPM മുൻകൈ എടുത്തുകൊണ്ട് ഒരു അക്രമ സംഭവം എവിടെയും നടത്താൻ പാടില്ലെന്നാണ് പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായാലും സംയമനം പാലിച്ച് പ്രചരണങ്ങൾ നടത്തുക എന്നുള്ള നിലയല്ലാതെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് ഞങ്ങൾ അത് പാലിക്കും. പാർട്ടി പ്രവർത്തകന്മാർക്ക് എല്ലാ സ്ഥലത്തും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നൽകിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അയാൾ ഏതോ കാലത്ത് വിട്ട പത്രം അത്. അങ്ങനെ ദീപികാ പത്രം ഒരു കാലത്ത് ആരുടെ കയ്യിലായിരുന്നു? അങ്ങനെ പല പത്രങ്ങളും പല ആളുടെ കൈവശം ഉണ്ടായിട്ടുണ്ടാകാം. മുമ്പത്തെ ഉടമസ്ഥാവകാശം നോക്കി ഇപ്പോഴത്തെ ഉടമകളെ നിശ്ചയിക്കരുത്. ഇപ്പം അതിൻ്റെ ഉടമകളൊക്കെ വേറിയാണ്. അത് നടത്തുന്ന ആളിവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാലോ ആരാ ഉടമകൾ. അല്ല, അങ്ങനെയുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ ചോർച്ചയുണ്ടാക്കുന്ന ഒരു നിർദ്ദേശവും ചോർന്നു പോയിട്ടില്ല. നേരത്തെ ഇത് സംബന്ധിച്ചൊക്കെ കോടതി വിധികൾ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ അസംബ്ലിയിൽ ഇല്ലല്ലോ, ശക്തറൻ കൗളിൻ്റെ പുസ്തകം നോക്കിയാൽ നിരവധി വകുപ്പ് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് അത് അവിടെയുള്ള നിയമസഭാ സാമാജികന്മാർ അതൊക്കെ നോക്കി ഇക്കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്ത് കൊള്ളും. സ്പീക്കറും അത് നോക്കട്ടെ, അതിനവസരം കൊടുക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലീകരണം സംബന്ധിച്ച് പുതിയ കക്ഷികളെ ചേർക്കുന്ന സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. മുന്നണി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിൽ ആദ്യമേ ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന 10-22 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന INL ഉണ്ട്. അവർ ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നൊരു കക്ഷിയാണ്. ആ കക്ഷി ഉൾപ്പെടെയുള്ള കക്ഷികളെയെല്ലാം മുന്നണിയിൽ ചേർക്കേണ്ടുന്ന കാര്യം ഏതെങ്കിലും ഒരു കക്ഷി തീരുമാനിച്ചാൽ പോരാ, LDF തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ കക്ഷികൾക്കും സഹകരിക്കുന്നവർക്ക് മുന്നണി പ്രവേശനം എന്നുള്ള താല്പര്യമുണ്ടാവും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള അവരോടുള്ള പ്രതിബദ്ധതയും ഈ മുന്നണിയോടുള്ള അവരുടെ താല്പര്യവുമാണ് മുന്നണിയിൽ ചേർക്കണമെന്നവർ ആവശ്യപ്പെടുന്നത്. അതിനവരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുന്ന കാര്യം CPM-ന് മാത്രം തീരുമാനിക്കാൻ കഴിയില്ല. അത് LDF എന്നുള്ള ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് LDF ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വരണം എന്നാഗ്രഹിക്കുന്ന പലരും പുറത്തുണ്ട്. കാരണം അപ്പുറത്ത് ഇനി തീരെ രക്ഷയില്ല എന്നുള്ളത് കൊണ്ട് പലരും ഞങ്ങളുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് വരുന്നവരൊക്കെ ഓരോരുത്തരുടെയും പാർട്ടി എന്നുള്ളതിൽ പരിശോധിച്ച് തീരുമാനിക്കും. ഞങ്ങൾ അവരെയൊന്നും വാതിൽ അടച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ അവരപ്പുറത്ത് നിൽക്കേണ്ടവരല്ല. RSP ഇപ്പോഴും ഞങ്ങൾ എതിർക്കുന്നവരാണെങ്കിലും അവരപ്പുറത്തെ മുന്നണിയിൽ നിൽക്കേണ്ടവരല്ല. അവരാണിപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിലെങ്കിലും ഞങ്ങൾക്കൊരു RSP വിരുദ്ധ സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇടതുപക്ഷത്തുള്ള എല്ലാവരും യോജിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. വീരേന്ദ്രകുമാർ അദ്ദേഹം ഇടതുപക്ഷത്തെ ഒരു കാലത്ത് വളരെയധികം സഹായിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം അപ്പുറത്ത് നിൽക്കേണ്ടുന്ന ഒരാളല്ല. അദ്ദേഹം ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു മിത്രമായിട്ടാണ് ഞങ്ങൾ വീരേന്ദ്രകുമാറിനെ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെല്ലാം പുനർചിന്തനം നടത്തണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം. ഇപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് അധികാരമുണ്ട് എന്നതുകൊണ്ട് ഇനി ആരും ഞങ്ങൾ കൂടെ വരണ്ട എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മുന്നണിയെ കൂടുതൽ വിപുലീകരിക്കുകയും ജനപിന്തുണ വർദ്ധിക്കുകയും കോൺഗ്രസിനെയും BJP-യെയും സമ്പൂർണ്ണമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യുക.
എന്നുള്ള നിലയിലാണ് കേരള രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും ആർക്കുമില്ല. അതിൽ സമയമാകുമ്പോഴല്ലേ അത് തീരുമാനിക്കണ്ടു. ഇപ്പോൾ ഉള്ള മദ്യനയം ഈ മാസം മാർച്ച് 30 വരെ അത് നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 1 പുതിയ മദ്യനയത്തിൽ വരേണ്ടതുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാ വശങ്ങളും ആലോചിക്കും. ഇവിടെ ഉയർന്നു വരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളെ കണക്കിലെടുക്കും. ആ അഭിപ്രായങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു ചർച്ച എവിടെയും നടന്നിട്ടില്ല. അതിന് ഇത്ര ധൃതി കൂട്ടണോ നമ്പ്യാറ്? ഇപ്പോൾ ഉള്ള ബാറുകൾ തന്നെ ആവശ്യത്തിനുണ്ട് എന്നാണ് ഒരു ഭാഗം പറയുന്നത്. ആവശ്യത്തിനില്ലേ? അപ്പോൾ അതുകൊണ്ട് പല തരത്തിലാണ് ആളുകൾ ആവശ്യം. ചിലർക്ക് 3 സ്റ്റാർ വേണം, ചിലർക്ക് 2 സ്റ്റാർ വേണം. അപ്പോൾ അങ്ങനെയുള്ള പല ആവശ്യക്കാരുമുണ്ട്. ടൂറിസം മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേ സന്ദർഭത്തിൽ ഒരു ബാറും പാടില്ല എന്ന അഭിപ്രായക്കാരുമുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഉള്ളത് കേരളത്തിൽ തന്നെയാണല്ലോ. ഈ അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും LDF തീരുമാനമെടുക്കുക. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച നടത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുന്നതിന് മുമ്പേ ഓരോ കക്ഷികളും അത് സംബന്ധിച്ചൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും ഈ മാസം തന്നെ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. LDF ചർച്ച ചെയ്യും. തീരുമാനം ഉണ്ടാവും. ചർച്ച മാത്രമല്ല, തീരുമാനം ഇപ്പോഴത്തെ നയം തന്നെയാണ് തുടരേണ്ടതെങ്കിൽ ആ തീരുമാനമെടുക്കും. ഈ നയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ തീരുമാനം എടുക്കും. കേരളത്തിലെ ഏക ഗ്രോയിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടൂറിസമാണ്. അതുകൂടാതെ തന്നെ സാമൂഹിക മേഖലയിൽ മദ്യം നിർത്തലാക്കിയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചൊരു ഇൻകുലാബ് ഉണ്ടാക്കാൻ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതവിടുത്തെ വിദ്യാർത്ഥികൾ SFIക്കാർ തുറന്നു കാണിച്ചു. അതിനെതിരായി കള്ളപ്രചാരം വരെ ചെയ്ത് SFIയെ ഒറ്റപ്പെടുത്താൻ ധാരാളം ദുഷ്പ്രചരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്രം ഏതാണെന്നറിയാലോ. ആ പത്രം ബോധപൂർവ്വം നടത്തുന്നൊരു പ്രചാരവേലയാണ്. വസ്തുതകളുമായി അതിന് യാതൊരുവിധ ബന്ധവുമില്ല. അതാണല്ലോ ഈ ഇൻകുലാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ എല്ലാവരെയും യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. SFI വിരുദ്ധ പ്രസ്ഥാനമാക്കാനാണ് ശ്രമിക്കുന്നത്. അത് SFIയെ ഒറ്റപ്പെടുത്താനാണ്. അപ്പോൾ SFIയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം നടത്തുമ്പോൾ SFIയെ സംരക്ഷിക്കാൻ പൊതുജനാധിപത്യ പ്രസ്ഥാനം സന്നദ്ധമാവും. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആൾ മനസ്സിലാക്കൂലേ? ഒരു പെൺകുട്ടി ഒരു സംഘടനാ കാര്യങ്ങൾ ചോദ്യം ചെയ്താൽ അതിനെ മറ്റ് സംഘടനകൾ ചോദ്യം ചെയ്യില്ല. SFIക്കെതിരായിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞാൽ പെൺകുട്ടിയാണെന്നുള്ളത് കൊണ്ട് അത് ആൾ ചോദ്യം ചെയ്യാതിരിക്കുമോ? അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സംഘടനാ പ്രശ്നമാണ് അവിടെ. മറ്റ് ആൺപെൺ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സ്ഥലവും എല്ലാം അടപ്പുണ്ട്. ശരി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. UPയെക്കാളും NDയെക്കാളും വളരെ വ്യക്തമായൊരു സാമ്പത്തിക നയം CPIMന് ഉണ്ട്, LDFന് ഉണ്ട്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ ബജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കി RSS നേതാവിനെതിരെ കേസെടുക്കണം. ഇക്കാര്യത്തിൽ കേസെടുക്കാൻ ഉള്ള നിയമപരമായ സാഹചര്യങ്ങൾ കേരള പോലീസിനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചോർന്നു എന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണ്. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം നഷ്ടമായിട്ടില്ല. പുറത്തു വന്നത് മാധ്യമങ്ങൾക്കായി നൽകിയ കുറിപ്പാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു അദ്ദേഹം. ബംഗാളിൽ നിന്നുള്ള അരി എത്തിയെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എത്ര ടണ്ണാണ് എത്തിയിട്ടുള്ളത്? മറ്റ് വിവരങ്ങൾ കൂടി.
അരുൺ 800 മെട്രിക് ടൺ അരി കേരളത്തിൽ ബംഗാളിൽ നിന്നും എത്തിച്ചു കഴിഞ്ഞു. അത് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. സഹകരണ വകുപ്പ് ഇതിനുവേണ്ടി 100 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 1700 മെട്രിക് ടൺ അരി മാർച്ച് 10-നകം എത്തുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. തെരഞ്ഞെടുത്ത ത്രിവേണി സ്റ്റോറുകൾ വഴിയും അതോടൊപ്പം തന്നെ കൺസ്യൂമർ സ്റ്റോറുകൾ വഴിയുമാണ് അരി വിതരണം നടത്തുക. ഇത് അരി എത്തുന്നതോടുകൂടി, അരി വിപണിയിൽ എത്തുന്നതോടുകൂടി അരിയുടെ വില കയറ്റം പിടിച്ചു നിർത്താനും അരിവില താഴേക്ക് കൊണ്ടുവരാനും കഴിയും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ബജറ്റിൽ തന്നെ കൺസ്യൂമർ ഫെഡിന് 130 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടായിരിക്കും അരിവില പിടിച്ചു നിർത്താനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുക എന്നും അദ്ദേഹം അറിയിച്ചു. കൂടുതൽ ഇടപെടൽ അനിവാര്യമാണ് എങ്കിൽ വിപണി പരിശോധിച്ച ശേഷം അത്തരം കാര്യങ്ങളിൽ നടപടി കൈക്കൊള്ളുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ സ്റ്റോറുകൾ വഴിയായിരിക്കും അരി വിതരണം ചെയ്യുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ നിന്ന് 800 മെട്രിക് ടൺ അരി എത്തി. കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം PA സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3-ന് സംസ്കാരം നടക്കും. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ KSEB ചെയർമാനുമായിരുന്ന സിദ്ധാർത്ഥ മേനോൻ മരണപ്പെട്ടത്. ഹൃദ്രോഗത്തെ തുടർന്ന് കുറച്ചുകാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയത്. പിന്നീട് പുലർച്ചെ ബാത്റൂമിൽ പോകുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കളും ഭാര്യയും പറയുന്നു. ഉടൻ തന്നെ ഭാര്യയും മറ്റും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കൈരളി TVയുടെ തുടക്കം മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. കൃഷിയെയും കാർഷിക മേഖലയും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമാണ്. വളരെയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അയൽക്കാരൻ, ഒരു സ്നേഹിതൻ, എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഞങ്ങളോട് വർത്തമാനം പറയുന്ന, ഞങ്ങളോട് ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. പുതിയതരം കൃഷിരീതികളെ സ്വന്തം ജീവിത രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശൈലി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് സിദ്ധാർത്ഥ മേനോൻ്റെ അയൽവാസികളും മറ്റും വിവരമറിയുന്നത്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾ എത്തിയ ശേഷം മാത്രമേ നാളെ സംസ്കാരമുണ്ടാകുകയുള്ളൂ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് PA സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങിപ്പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് പോളിംഗ് ആരംഭിച്ചു. മുലായം സിംഗിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 49 ഇടത്താണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് പോളിംഗ്? ആദ്യ മണിക്കൂറുകളിൽ 15% അടുത്തുള്ള പോളിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലും ഇതേ രീതിയിലുള്ള പോളിംഗ് ആണ് ആദ്യ സമയങ്ങളിലൊക്കെ നടന്നിരുന്നത്. 49 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുലായം സിംഗിന്റെ ലോക്സഭാ മണ്ഡലമായ അസംഗർ, അതോടൊപ്പം BJP MP യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂർ മണ്ഡലം, യൂണിയൻ മിനിസ്റ്റർ കൽരാജ് മിശ്രയുടെ മണ്ഡലങ്ങൾ എന്നീ പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ 49 നിയമസഭാ മണ്ഡലങ്ങളും. പ്രധാനമായും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് BJPയിൽ നിന്ന് BSP ടിക്കറ്റിലെത്തിയ സ്വാമി പ്രസാദ് മൗര്യ അടക്കമുള്ള ആളുകളാണ്
ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി വ്യക്തമായ ആധിപത്യം നിലനിർത്തിയ മേഖലയാണിത്. 27 സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയിരുന്നു. പക്ഷേ അന്നൊക്കെ മുലായം സിംഗ് യാദവിന്റെ ഒരു വ്യക്തമായ ഒരു സാന്നിധ്യം ഈ പ്രചരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും മുലായം സിംഗ് യാദവ് പ്രചരണത്തിന് എത്തിയിട്ടില്ല. തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ പോലും മുലായം സിംഗ് യാദവ് പ്രചരണത്തിന് എത്തിയിരുന്നില്ല. ഇത് സമാജ്വാദി പാർട്ടിക്ക് വലിയ തിരിച്ചടിയേകുന്നതുമാണ്. വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പിറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൻ കുളത്തിലെ വെള്ളം ഉപയോഗിക്കണം എന്ന ആവശ്യം ഉയരുന്നു. കൊല്ലം പത്തനാപുരം വെള്ളംതെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പിറവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും പറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. ഇത്തരം കാലത്തിനകം വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പം ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുടിച്ചിട്ട് അത് ഓര് കൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ. മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നുമില്ല. ഇവർ വേലി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഓര് കട്ട പിടിച്ചാൽ ഓര്. പിറവന്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ വാട്ടർ അതോറിറ്റി എല്ലാം കൂടെ ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കമണ്ണിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.